ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അറിയാവുന്ന ആൾക്കാർക്ക് ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് തുന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 മീറ്റർ തുണിയാണ്. അതൊരു മാക്സി തുണിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു 33 ഇഞ്ച് വീതി അതിനുണ്ടാവുള്ളൂ കേട്ടോ. അത് അങ്ങനെയാണ്, വില കുറഞ്ഞ തുണികളല്ലേ. അപ്പോൾ അതിൽ ഞാൻ യോക്ക് പോർഷനുള്ളത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ യോക്ക് പോർഷൻ 65 പോയിൻ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ യോക്ക് പോർഷൻ എനിക്ക് വേണ്ടത് 14 ഇഞ്ചാണ് എനിക്ക് യോക്ക് വേണ്ടു. കാരണം നമ്മുടെ വേസ്റ്റിൻ്റെ അത്രയും ഞാൻ എടുക്കണല്ലോ ആവറേജ് ലെങ്ത്ത്. അപ്പോൾ 15 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. തയ്ച്ച് വരുമ്പോൾ 14 ഇഞ്ച് കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ് പറഞ്ഞത്, കണ്ടില്ലേ, 6.5 ഇഞ്ചും. ബാക്കി അത് കഴിച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.25 3.25 എടുത്ത് വരുമ്പോൾ 3.5 ഇഞ്ചാവും. കാരണം അത് തയ്ച്ച് ഇത് തുണി വെച്ച് മറക്കുകയാണ്. ബാക്കി 3 ഇഞ്ച് ഷോൾഡർ, 3 ഇഞ്ച് ഞാൻ ഷോൾഡർ എടുത്തു. എന്നിട്ട് ആം ഹോൾ എടുത്തു. ആം ഹോൾ 6.5 തന്നെയാണ് എടുത്തത്. ആ ഷോൾഡർ പോലെ തന്നെ 6.5 തന്നെയാണ്. പിന്നെ എടുക്കുന്നത് ചെസ്റ്റ് മെഷർമെൻറ്റാണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് എനിക്ക് വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൂട്ടി. പിന്നെ അതുപോലെ ആം ഹോൾ കർവ് വരയ്ക്കണ്ടേ. അപ്പോൾ ആം ഹോൾ കർവിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് സൈഡിൽ കോൺ വരയ്ക്കുക. അങ്ങനെ ആം ഹോൾ കർവ് വരയ്ക്കുക. നമുക്ക് 14 ഇഞ്ച്. അപ്പോൾ നമ്മളിനി വേസ്റ്റ് നോക്കണം. വേസ്റ്റ് എനിക്ക് വരുന്നത് 6.75 അപ്പോൾ അതിന് ഞാൻ 7 ഇഞ്ച് എടുത്തു. 7 ഇഞ്ച് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് കൂടുതൽ സീം അലവൻസ് എടുത്തു. എന്നിട്ട് അത് കണക്ട് ചെയ്ത് വരച്ചു. ഉണ്ടല്ലേ. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും. കണ്ടില്ലേ, ഫ്രണ്ടും ബാക്കും അതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. സൈഡിലൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക 1/2 ഇഞ്ചിൽ. പിന്നെ ഞാൻ ആ സൈഡിൽ ഒരു ഇഞ്ച് കണ്ടില്ലേ, ഇതുപോലെ വീഡിയോയിൽ കാണില്ലേ, അത് എന്തിനാണ് ചെരിച്ചു വെട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് നമ്മൾ കയറ്റി അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് അളന്ന് വെച്ചിട്ടില്ലേ, അതിൽ പകുതി എടുക്കുക. ആ പകുതിയും തൊട്ട് ആ ചെരിവ് വരെ നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക, ഇതിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മളിതുപോലെ ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അത് തൂങ്ങി കിടക്കാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനത്തെ യോക്ക് കുർത്തികൾ. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഞാനതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ബാക്കി തുണിയിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന് കൈ വെക്കണ്ടേ. അപ്പോൾ ഞാനതൊരു ഫ്രിൽ സ്ലീവ് പോലെയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്, ഇലാസ്റ്റിക് കൊടുത്തിട്ട്. അപ്പോൾ അതിനുള്ള തുണി ഞാൻ കുറച്ച് മാറ്റി വെച്ചു. കാരണം അത് നേരത്തെ തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ തുണി ബാക്കി ചിലപ്പോൾ ഇതിന് ഉണ്ടായിരുന്നു വരില്ല, കുറച്ച് തുണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള തുണി ഉണ്ടാവില്ലേ, ആ തുണിയിൽ നമ്മൾ രണ്ടായിട്ട് അത് മുറിച്ചെടുക്കണം, ഈക്വലായിട്ട് മുറിച്ചെടുക്കണം. കാരണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത്ത് നോക്കണം. ഫുൾ ലെങ്ത്ത് വരുന്നത് എനിക്കിതിൽ 27 ഇഞ്ചും മതി. ഈ ഫ്രോക്കിൻ്റെ പോർഷന് യോക്കിന് 15 ഇഞ്ചും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 42, 41 അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ബാക്കി കിട്ടുമല്ലോ, അതനുസരിച്ചിട്ട്. എനിക്ക് ഇത്ര ഇറക്കം മതി. അതുകൊണ്ടാണ്, നിങ്ങൾക്കത് ഫുൾ വേണമെങ്കിൽ ഫുൾ എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അതിൻ്റെ ലെങ്ത്ത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടുമല്ലോ, നമ്മൾ നേരത്തെ ഈക്വലായിട്ട് ഇതാക്കിയില്ലേ. അപ്പോൾ അത് 2 പീസ് കിട്ടി. അപ്പോൾ നമ്മൾ ആ പീസിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രിൽസ് ആക്കാണ്. ഇതുപോലെ ഫ്രിൽസ് ആക്കി എടുക്കും. അത് നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രില്ലാക്കി എടുക്കുകയും ചെയ്യാം. ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് നൂലിങ്ങനെ അത് കാണുന്ന പോലെ വലിച്ചെടുക്കാം. അതിൽ ഞാൻ ചെയ്യണത്, ആ ഫ്രില്ലൊക്കെ നമ്മൾ ഈ യോക്ക് പോർഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ അതിൻ്റെ നെക്ക് പിന്നെ ചെയ്യണം. നെക്ക് എന്ന് പറയാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ക്യാൻവാസിലല്ല ഇതുപോലെ ഒരു തുണിയിലാണ് ചെയ്യണത്. എന്നിട്ട് മറച്ചിട്ട് വരുമ്പോൾ 3.5 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്താൽ, അതുപോലെ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഫിനിഷ് ചെയ്ത് ഇതുപോലെ കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ ഷോൾഡറും അതുപോലെ കൂട്ടിക്കൊണ്ടുവന്നു. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോണത്, അതിൻ്റെ ആ ഫ്രില്ല് ആ യോക്ക് പോർഷനോട് കണക്ട് ചെയ്ത് നമ്മളാക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, അത് കൃത്യമായിട്ട് നമ്മൾ ആ ഫ്രിൽസ് എനിക്ക് വെച്ച് കൊടുക്കണ്ടേ. അങ്ങനെ വെച്ച് നമ്മൾ അത് തയ്ച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം നമ്മൾ. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ ഞാൻ പറഞ്ഞു സ്ലീവ് എടുക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ ഫ്രില്ലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഇലാസ്റ്റിക് ഫ്രിൽ സ്ലീവാണ്.
എന്നിട്ട് നമ്മൾ അതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം എടുക്കുക. ആം ഹോൾ നമ്മൾ അളന്നെടുക്കാമല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് അതിൽ ഒരു 5 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തുക. കാരണം 5 ഇഞ്ചിലാണ് ഫ്രില്ല് ഞാൻ ഇതിൽ എൻ്റെ കയ്യിലുണ്ടാവുള്ള തുണി. ഈ തുണി ഇതുപോലെ എടുക്കണം കേട്ടോ, ഇത്തിരി ഇതിൽ തന്നെ വേണം. കണ്ടില്ലേ, ഈ തുണി ഇതുപോലെ കിട്ടണം നമുക്ക്, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ എൻ്റെ 7 ഇഞ്ചാണ് ആം ഹോളിന് വരണം. നമ്മൾ ആം ഹോൾ അളന്നെടുത്തില്ലേ, അതാണ് 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ചിൽ ഞാനൊരു വര വരയ്ക്കുക. അതെ, ഇതുപോലെ നേരെ തന്നെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെയാണ് ശരിക്കും കൈയിൻ്റെ ഭാഗം നമ്മൾ അളക്കണത്. മറ്റേത് 5 ഇഞ്ച് വെറുതെ ഇട്ടേക്കാണ് നമ്മൾ, അത് ഫ്രില്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ആം ഹോൾ കർവ് പറഞ്ഞത് 3 ഇഞ്ചാണ് ഈ ഫ്രോക്കിൻ്റെ, കണ്ടില്ലേ. അപ്പോൾ 3 ഇഞ്ച്. ഇനി നമ്മൾ 5 ഇഞ്ച് എടുത്തതിന് താഴെ 3 ഇഞ്ചിലേക്ക് കണ്ടില്ലേ 2.5 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുത്തിട്ട് ഇതൊരു കൈയിൻ്റെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കില്ലേ, ആ 3 ഇഞ്ചിൽ വരച്ചിങ്ങനെ നമ്മൾ എടുക്കുക. അടയാളപ്പെടുത്തി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഗൈഡ് ലൈൻ വേണം, നമുക്ക് എവിടെ നിന്നാണ് ഫ്രില്ല് എടുക്കണമെന്ന് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ എല്ലാത്തിലും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര ഫ്രില്ല് എടുത്താൽ മതിയെന്ന്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൊച്ചു ഫ്രിൽസ് നമ്മൾ കയ്യിന് വേണ്ടി എടുക്കണത് കേട്ടോ. അതുപോലെ എടുത്ത് എല്ലാവരും കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊന്ന് അടിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന പോലെ. എന്നിട്ട് ആവശ്യമുള്ള ഇലാസ്റ്റിക് എടുത്ത് വലിച്ചു വെച്ചിട്ടാണ് നമ്മളിത് ഇതുപോലെ വലിച്ച് തയ്ക്കുക കേട്ടോ. വലിച്ച് തയ്ക്കുമ്പോഴാണ് അത് നല്ല ഫ്രില്ലായിട്ട് വരുള്ളത്. അവസാനം ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അത് നമ്മൾ കുർത്തിയിൽ ജോയിൻ ചെയ്തു. കണ്ടില്ലേ, ഞാൻ കുർത്തിയൊക്കെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫ്രില്ലും സൈഡും ഒക്കെ ഇതുപോലെയാണ് ആ കുർത്തിയുടെ അവസാനത്തെ ഇത് വരിക. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കുർത്തികൾ ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഇതുപോലെ വില കുറഞ്ഞ തുണികളെടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ചെയ്ത് നോക്കുക, പറ്റും. കാരണം അതാണ് ഈസിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.